ഇന്ന് എല്ലാ മതവിശ്വാസങ്ങളും ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നു, ഭയങ്കര ഫനാറ്റിക് ആയിട്ട് വരുന്നു. നമ്മളിങ്ങനെ സന്തോഷമായിട്ടൊക്കെ പോകുന്നു. എന്തുകൊണ്ടാണ് ഈ നമ്മളെ സർവമാന ചാനലുകാരും ചീത്ത പറയുന്നത്? അവനൊരു കാര്യം ഉറപ്പാ, എന്തെല്ലാം പറഞ്ഞാലും നമ്മളൊന്നും ചെയ്യത്തില്ല. വേറെ വല്ല സമൂഹങ്ങളെയും വല്ലതും പറഞ്ഞാൽ അവൻ കറക്റ്റ് വിവരം അറിയും. പിന്നെ അവന്റെ ചാനൽ അവിടെ കാണത്തില്ല, അവർ കത്തിച്ച് ദൂരക്കളയുക, അല്ലെങ്കിൽ അവന്റെ കൈ വിട്ടും കാല് വിട്ടും ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് അവരെല്ലാം നമ്മളെ കുറ്റം പറഞ്ഞ് മിടുക്കരാകുക. ആകട്ടെ, അല്ലേ, നമുക്ക് സമ്മതിക്കാം, പോട്ടെ, നമുക്കതിനകത്ത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഈ വിശ്വാസ പരിശീലനത്തിന്റെ ഒരു ഒരു കുറവ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നു. അപ്പൊ എന്നോട് പലരും പറയാറുണ്ടോ, ഈ സഭ, നിങ്ങളുടെ സഭയെ മുഴുവൻ പ്രശ്നമാണല്ലോ. ഞാൻ പറയും, ഇല്ല, ഞങ്ങളുടെ സഭയിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഞങ്ങളുടെ രൂപതകളിലൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് സ്ഥലത്തെ പ്രശ്നങ്ങൾ ഈ ചാനലിലെല്ലാം എടുത്ത് പർവ്വതീകരിച്ച് കേരള സഭയെ മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ രൂപതകൾ സമാധാനമായിട്ട് പോകുന്നു, അവിടെ ഒരു പ്രശ്നമില്ല, അവിടെ ഒന്നും വഴക്കില്ല, അവിടെ ഒന്നും കുഴപ്പമില്ല, ഭയങ്കര സ്നേഹം മനുഷ്യർക്ക്, അല്ലെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ചിലയിടങ്ങളിലെ ചില കുറവുകൾ മാത്രം പർവ്വതീകരിച്ച് ഈ സഭ മൊത്തം പ്രശ്നമാണെന്ന് സ്ഥാപിക്കുന്നതിൽ ചിലർ വിജയിക്കുകയാണ്. അതാണ് നിങ്ങൾ ഓർക്കണം. ഒരച്ഛനോ ഒരു കന്യാസ്ത്രീ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ നമ്മുടെ ചാനലുകൾ അത് 40 ദിവസമാണ് ചർച്ച ചെയ്തത്. 40 ദിവസം അവരുടെ പ്രൈം ഡിസ്കഷൻ ഇതാണ്. അതിനൊക്കെ അവർക്ക് വേറെ അജണ്ട കാണും, നമുക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇത്രയും നെഗറ്റീവ് എനർജി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശക്തരാക്കുന്നുണ്ടോ? അതിന് നമ്മുടെ വേദപാഠം നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്നോടൊരു കൊച്ചു കുഞ്ഞ്, ഞാനൊരു പാസ്റ്ററൽ വിസിറ്റ് ചെയ്യുന്നപ്പോൾ ഒരു കൊച്ചു പെങ്കൊച്ച്, അവള് 2ാം ക്ലാസ്സിലാണ്, അവളെന്ന് പറഞ്ഞു, എൻ്റെ ആങ്ങളയ്ക്ക് ചെവി വേദനയായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചത് അത് മാറ്റി കൊടുക്കണം, ഇത് മാറ്റി തന്നില്ല. അതിന് പിതാവ് മറുപടി പറയണം, എന്നാ മാറ്റി തരാൻ? ഞാൻ പറഞ്ഞു, മോൾ ഇനിയും പ്രാർത്ഥിച്ചോ, മാറ്റി തരും എന്ന് പറഞ്ഞു. അതായത് ഒരു ഭൗതിക രക്ഷയുടെ തലത്തിലേക്ക് മാത്രമായി നമ്മൾ ഈശോയെ അങ്ങ് അവതരിപ്പിച്ചു. അതിന് ഞങ്ങള് മെത്രാന്മാരും അച്ഛന്മാരും ധ്യാന കേന്ദ്രങ്ങളും എല്ലാം ഞാൻ പിഴയാളി ചൊല്ലണം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരാം, എല്ലാവരും വരും, എല്ലാ രോഗങ്ങളും മാറ്റിത്തരാം, എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മാറ്റിത്തരാം, എല്ലാ പാസ്പോർട്ടുകളും കൊണ്ടുവരൂ, ഞങ്ങൾ വെഞ്ചരിച്ചു തരാം. എന്തിനാ? എന്നിട്ട് എല്ലാവരും കയറി പോകൂ. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ തുടങ്ങിയ പ്രസ്ഥാനങ്ങളാ. ഒരുമാതിരി ഒരു പ്രോസ്പെറിറ്റി ഗോസ്പലിന്റെ തലത്തിലേക്ക് നമ്മൾ ഈ സുവിശേഷത്തെ അങ്ങോട്ട് കൊണ്ടുപോയി. കുരിശൊക്കെ നമ്മൾ നല്ല സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടാക്കി വെച്ചു. ജീവിതത്തിലില്ല. ജീവിതത്തിൽ കുരിശെല്ലാം ഒഴിവാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരും. അപ്പോ ജീവിതത്തിലില്ല. നമ്മളിങ്ങനെ കുരിശൊക്കെ അലങ്കരിച്ച് കുരിശിന്റെ വഴി വഴക്കെടുത്തൊക്കെയുണ്ട്, പക്ഷെ ജീവിതത്തിൽ കുരിശില്ല. അതാണ് സഹനത്തിന്റെ ഒരു തലമെല്ലാം നമ്മൾ വിട്ടിട്ട് നമ്മളൊരു പ്രോസ്പെറിറ്റി ഗോസ്പലിന്റെ തലത്തിലേക്ക് പോയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, പ്രിയപ്പെട്ടവരെ, why are you a Christian? You are a Christian because Jesus Christ is the only savior. There are no other savior. Only Jesus Christ. Jesus Christ is the only savior എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നിടത്താണ് നിന്റെ ക്രൈസ്തവ വിശ്വാസത്തിന് അടിസ്ഥാനമുള്ളത്. നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെയൊക്കെ പഴയ ചായമാരും അമ്മച്ചിമാരും അവർ ഇത്രയും ശക്തമായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അവരുടെ മക്കളെയൊക്കെ പഠിക്കാനായിട്ട് വിടുമ്പം ചില സ്ഥലത്തൊന്നും വിടത്തില്ല. കാരണം എന്നാ? അവന്റെ ആത്മരക്ഷ അപകടത്തിലാവും. വേണ്ട, കാരണം അവിടെ കൂദാശ സ്വീകരിക്കാൻ സാധ്യതയില്ല. അവരാദ്യം നോക്കുന്നത് ഇവന്റെ പള്ളിക്കൂടത്തിനടുത്ത് പള്ളിയുണ്ടോ, പള്ളി പോകാൻ പറ്റുമോ, കൂദാശ സ്വീകരിക്കാൻ പറ്റുമോ. കാരണം കൂദാശ സ്വീകരിക്കണം, എന്നാലേ ആത്മരക്ഷ കിട്ടത്തുള്ളൂ എന്നൊരു അടിസ്ഥാന ബോധം അവനുണ്ട്. അവൻ വേദപാഠം പഠിച്ചിട്ടില്ല. അച്ചായന്മാര് സൺഡേ സ്കൂളിൽ വേദപാഠം പഠിപ്പിക്കാത്ത അച്ചായന്മാർക്ക് ഇത് വളരെ കൃത്യമാണ്. കൂദാശകളിലൂടെ മനുഷ്യന് രക്ഷ കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട്, അടിസ്ഥാന ചിന്ത കൊടുത്താൽ മാത്രമേ we can develop a sense of identity as Christians in our children. അപ്പോ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. Why are you a Christian? Because Jesus Christ is the only savior. പുരോഹിതന്റെ ജോലി എന്താ? പുരോഹിതന്റെ ജോലി എന്താ? അജപാലനം എന്ന് നമ്മൾ പറയും. പുരോഹിതന്റെ ജോലി ആസച്ച് ബലിയർപ്പിക്കലാണ്. ആർക്കു വേണ്ടിയാ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ വിശുദ്ധീകരിക്കാൻ. Sanctifying is the main role of a priest. And to say that you are a priestly people, that means you are chosen, you are set apart. And that is not a social status.
You are chosen to sanctify the whole world. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാനായി നീ chosen ആണ്. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നിനക്ക് കൂദാശകൾ തരുന്നത്. അല്ല, ലോകത്തുള്ള എല്ലാവർക്കും നമ്മൾ കൂദാശ കൊടുക്കുകയില്ല. എന്തിനാ? First you get sanctified, and then through you God wants to save the whole world. പ്രിയപ്പെട്ടവരെ, ഭയങ്കര ദൗത്യമുള്ള ഒരു സമൂഹമാണ് നമ്മൾ. നമുക്ക് ഇതുവല്ലോ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ പിള്ളേര് നമ്മളോട് ചോദിക്കുകയാണ്, അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നിടത്ത് ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവിടെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉണ്ട്. അവർ കല്യാണം കഴിച്ചൊന്നും നോക്കത്തില്ല, അവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചുകൂടാന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടത്, ബിക്കോസ് യു ആർ എ ചോസൺ റേസ്. യു ആർ ചോസൺ ബൈ ഗോഡ്. Through baptism, you are set apart. For what? To sanctify the whole world. Once you are filled with that sense of mission, അത് അപ്പോൾ വളരെ എളുപ്പമാണ് എന്താ ധാർമ്മികത പാലിക്കാൻ. അല്ലാതെ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും അതിന്റെ റീസൺ, why should you observe morality? Why should you observe the commandments? Because you are a chosen race. ഈ ചോസൻ എന്ന് പറയുന്നത് സാമൂഹികമായ ഒരു സ്റ്റാറ്റസ് അല്ലതാനും. ഞങ്ങൾ വലിയ ചോസനാണ്, നീ ആരടാ, അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് we are at the service of you. We are what we are just to save the whole world, sanctify the whole world. ഈ സാങ്ക്ടിഫിക്കേഷന്റെ മിഷൻ നമുക്കുള്ളത് നമുക്ക് നമ്മുടെ അടുത്ത തലമുറയെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു പെങ്കൊച്ചുറാച്ചനോട് പറഞ്ഞു, ഞാൻ ഈശ്വരനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, മോളെ നീ ഈശ്വരനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ ഈശ്വരനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോ അത് മതി, ഈശോയോട് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈശ്വർ മതി. അങ്ങനെ പോവാ. Because she lacks the basic consciousness that she is chosen. She is chosen for the sanctification of the world. അത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈശോ മിശിഹ ഉപേക്ഷിക്കപ്പെടേണ്ടവനല്ലെന്ന ബോധ്യം കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. ഈശോ മിശിഹ one among the many gods ആണ്. one among the many gods എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ he is the only savior എന്നുള്ളത് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികളാണ് ഇവരെല്ലാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഈ ഒരു ഐഡന്റിറ്റി കോൺഷ്യസ്നെസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവര് നമ്മളെ കുറിച്ച് അത് പറയുമോ? They are the chosen people of God to sanctify the whole world. ക്രിസ്ത്യാനികളെ കുറിച്ച് നാട്ടുകാരെന്നാ പറയുന്നത്? ഒരു കാശിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ, കാശുണ്ടാക്കാൻ പിടിക്കുമാരാന്ന് പറയും. പിന്നെ ഞാൻ ഓർക്കുന്നു, പി കേശവദേവന്റെ അയൽക്കാരെന്ന് പറയുന്ന നോവൽ പണ്ട് ചെറുപ്പത്തിൽ വായിച്ചതാണ്. അതിനകത്ത് 3 സമുദായങ്ങളിലെ 3 കുടുംബങ്ങളുടെ കഥയാണ്. അതിനകത്ത് ക്രിസ്ത്യാനിയെ അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനി പമ്പിൽ നിന്ന് കാശുണ്ടാക്കുന്നതിനായിട്ടാണ്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ സാമ്പത്തിക സുരക്ഷിതത്വം നോക്കുന്നു, വേറെ ഒന്നും നോക്കുന്നുമില്ല. വാസ്തവമുണ്ടോ? പിന്നെ നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തനമാണെന്ന് പറയും. ഒത്തിരി സ്കൂള് കോളേജൊക്കെ ഉണ്ട്. നമ്മൾ കാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നൊക്കെ പറയും ആൾക്കാർ. കാരണം ഇഷ്ടംപോലെ കാരുണ്യ പ്രവർത്തനം നാനാജാതി മതസ്ഥർക്ക് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമ്മളെ കുറിച്ച് മതിപ്പില്ലാത്ത ഒരു കൂട്ടരേ ഉള്ളൂ, നമ്മളാ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും അറിയാൻ വയ്യാതെ നമ്മളെ പിന്നെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ നമ്മളാണ്. വേറെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഓരോ രൂപതയും ചെയ്യുന്നുണ്ടാവും. ഓരോ വർഷവും നിങ്ങൾ എന്റെ കണക്കെടുത്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ഇടവപ്പള്ളി തന്നെ ഓരോ വർഷവും നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ കണക്കെടുത്താൽ കുറെ ലക്ഷങ്ങൾ കാണും. അപ്പോ നമ്മളൊരു ദേശീയ ദുരന്തം വന്നു, പ്രളയം വന്നു, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ വന്നു, നമ്മളെ നാനാ ജാതി മതവും നോക്കാതെ നമ്മൾ ഇറങ്ങുക. അതാണ് നമ്മുടെ ഒരു രീതി. ഇതൊക്കെ നമ്മളെ കുറിച്ച് പറയും. ഇപ്പൊ പിന്നെ ഈ രാഷ്ട്രീയ കോലാഹലങ്ങളിൽ ക്രിസ്ത്യാനിയെ കുറിച്ച് പറയുന്നത് ക്രിസ്ത്യാനി തരം പോലെ പാർട്ടി മാറുന്നവനാണ് എന്നും പറയാറുണ്ട് ക്രിസ്ത്യാനി. അങ്ങനെ ഒരു ഇംപ്രഷൻ നമ്മളെ കുറിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ മെത്രാന്മാരെല്ലാം പിന്നെ വേറൊരു പാർട്ടി പോയി ചേർന്ന് ചുമ്മാ അടിച്ചോളുക. കാരണം നമ്മളെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജ് അങ്ങോട്ട് കൊടുക്കുക. അതായത് തരം പോലെ പാർട്ടി മാറുന്നവനാണ്, പക്ഷം മാറുന്നവനാണ്, നിലപാടുകളില്ലാത്തവനാണ്. പക്ഷെ നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, എന്നും നിലപാടുകൾ ഉള്ളവർ തന്നെയായിരുന്നു നമ്മൾ. എന്നും നിലപാടുകളുണ്ട്. ദൈവവിശ്വാസത്തിനും മതസ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെയും ഒന്നിനെയും
പിന്തുണച്ച ഒരു ചരിത്രം നമുക്കില്ല. നമ്മൾ ആ കാര്യത്തിലൊക്കെ വളരെ കൃത്യമാണ്. എന്നാൽ തന്നെയും നമ്മളിങ്ങനെ വഴക്ക് പിടിക്കാനും നമ്മൾ വളരെ അഗ്രസീവ് ഒന്നും ആയിട്ട് പോകാത്തത് കൊണ്ട് ഇങ്ങനെ നമ്മളെ ചണ്ട പോലെ കൊട്ടി 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 നമ്മുടെ പിതാക്കന്മാരെ എല്ലാം വായി വരുന്നതെല്ലാം പറഞ്ഞ് ഇന്നലെ വരെ അരമനെ കയറി വന്നവനാണ് ഇന്ന് വേറൊരുത്തം കയറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുറ്റം പറയുക. അത്ര തന്നെ. അതാണ് ഇന്നലെ വരെ അവനുണ്ടായിരുന്നു, ഇന്ന് വേറെ ആരാണ്ട് കയറി വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുറ്റം പറയുക. അപ്പൊ നിങ്ങളെ സ്വീകരിച്ചോ? ഞങ്ങളെ സ്വീകരിക്കണം, എപ്പോഴും ഞങ്ങളെ അങ്ങോട്ട് സ്വീകരിച്ചേക്കണം, മറ്റവനെ സ്വീകരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇംപ്രഷൻസ് കൊണ്ടുവന്ന് നമ്മുടെ ആൾക്കാരിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. നമ്മൾ നിലപാടുകളില്ലാത്തവരൊന്നുമല്ല, നമ്മളെല്ലാ മേഖലകളിലും നിലപാടുകൾ ഉള്ളവർ തന്നെയാണ്. ആ നിലപാടുകൾക്ക് വേണ്ടി നഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മൾ എന്നുള്ളത് നമ്മളെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു, പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നു? നമ്മളെക്കുറിച്ച് ദൈവം പറയുന്നത് ഇതാണ്: നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, പുരോഹിത ജനമാണ്, അതുകൊണ്ട് അതിനനുസരിച്ചൊക്കെ ജീവിക്കണം. അത് നമുക്ക് ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ കുറവാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊക്കെയാണ് സൺഡേ സ്കൂൾ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈശോയെ കുറിച്ച് പഠിപ്പിക്കും. ഈ സഭ എന്ന് പറയുന്നത് എന്നതാ? ആക്ച്വലി വാട്ട് ഈസ് ചർച്ച്? നമ്മുടെ ഉൾപ്പെടെ ഒരു തെറ്റിദ്ധാരണ എന്താ പറയുക, സഭ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുപേര് കൂടുന്നതാണ്, നമ്മൾ കുറച്ചുപേര് തീരുമാനിക്കുന്നതാണ് സഭ. സഭയിലേക്ക് എത്താത്ത വേദപാഠമാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത്. ഈശോ മിശിഹ എന്ന് പറയുന്ന വ്യക്തിയിൽ അവസാനിക്കുകയാണ്. ബട്ട് ഹി ഈസ് കണ്ടിന്യൂയിങ്. ഹി ഈസ് റിസൺ ഫ്രം ദ ഡെഡ് and he is alive today. Where? In the church, through the holy mysteries. അത് നമുക്ക് ശരിയായ രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചോ? അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. അതായത് നമ്മള് സഭ എന്നൊക്കെ പറയുന്ന കുറെ മാനുഷിക പരിപാടി, കുറെ മെത്രാന്മാർ പപ്പ എല്ലാം കൂടെ ഒരു ഇടപാട്, അതാണ് അതേതാണ്ട് വലിയ ബൂർഷ്വാ സംവിധാനമാണ്, അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ സഭയ്ക്കെതിരെയുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ കുറെ സ്ഥാപനങ്ങളാണ്, പിന്നെ സ്കൂളുകളോ കോളേജുകളോ, എന്നതോ ഇത് അല്ലേ, വലിയ സ്ഥാപനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതാണ്. പക്ഷെ സഭ എന്ന് പറയുന്നത് it is a continuation of Jesus Christ in the history. ഈശോയുടെ മൗതിക ശരീരമാണ് സഭ. ഈശോയുടെ the church is the mystical body of Christ. അത് ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്താണ് സഭ ചെയ്യുന്നത് എന്ന് 3 കാര്യങ്ങൾ, ഈശോ ചെയ്ത 3 കാര്യങ്ങൾ സഭ ഇന്നും തുടരും. Church is continuing what Jesus was doing. What is it? 1, എന്താണ്? വചനം പ്രഘോഷിച്ചു. ഇന്നും വചനം പ്രഘോഷിക്കുന്നു സഭ. ലോകത്തിന്റെ അതിർത്തികൾ വരെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫിയാത്ത് മിഷനൊക്കെ ഈ വചന പ്രഘോഷണത്തിന്റെ സജീവമായ ഒരു മാതൃകയായിട്ട് മാറുകയാണ്. 2, ഈശോ പിന്നെന്താണ് ചെയ്തത്? തന്റെ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചതിലൂടെ ലോകത്തെ വിശുദ്ധീകരിച്ചു. സഭ അത് തുടരുന്നു. എങ്ങനെ? കൂദാശകളിലൂടെ. സാക്രമെന്റ്സിനെ ആ രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്, അല്ലാതെ ചുമ്മാ റിച്വലായിട്ട് അവതരിപ്പിക്കരുത്. They are not simple rituals. They are the realities through which Jesus Christ is coming down to you today. ഇന്ന് എനിക്ക് ഈശോയെ തൊട്ടറിയാൻ പറ്റുമോ? പറ്റും. എവിടെയാ? പരിശുദ്ധ കുർബാനയിൽ. Jesus is alive. നിങ്ങളുടെ നാവുകളിൽ അലിയുന്ന കുഞ്ഞപ്പമായി ഈശോ ഇന്ന് കടന്നു വന്നു. Believe in that. That's enough. അപ്പൊ 2ാമത്തെ ഈശോ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ സഭ തുടരുകയാണ്. 3ാമത്തേത് എന്താണ് ചെയ്യുന്നത്? സഭ ഈശോ ചെയ്തത് എന്താണ്? ഈശോ വാത്സല്യത്തിന്റെയും കരുണയുടെയും ഒരു മൂർത്തീഭാവമായിരുന്നു. അവിടെ അനേകരെ സുഖപ്പെടുത്തി, അനേക രോഗികളെ സുഖപ്പെടുത്തി, അനേകർക്ക് ആശ്രയമായിട്ട് മാറി. അതെല്ലാം സഭ ഇന്ന് ചെയ്യുകയാണ് അല്ലെ? ആശുപത്രികൾ, കാരുണ്യ ഭവനങ്ങൾ. നമ്മുടെയൊക്കെ സഭ നടത്തുന്ന എത്ര കാരുണ്യ ഭവനങ്ങളുണ്ട്. നമ്മുടെയൊക്കെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ഉറപ്പായിട്ട് എല്ലാ വർഷവും ഒരു കാരുണ്യ ഭവനത്തിലേക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൊണ്ടുപോകണം. നമ്മുടെയൊക്കെ ഈ സിസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ശുശ്രൂഷകൾ അവർ കാണണം. നമ്മുടെ ഈ കന്യാസ്ത്രീകളെയൊക്കെ എന്തെല്ലാം ദൈവന്മാർ പറയുന്ന ഈ ചാനലിനകത്തൊക്കെ ഇരുന്നുണ്ട്. അവർക്ക് വല്ലോ അവർ ചെയ്യുന്ന ശുശ്രൂഷയുടെ മാഹാത്മ്യം അറിയാം. മാനസിക രോഗികളായ സ്ത്രീകളെ ശുശ്രൂഷിക്കുന്ന ഒരു ഭവനത്തിൽ ഞാൻ പോയി. അവരെല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന ഈ 3:30 മണിക്ക് ആ പാവം കന്യാസ്ത്രീകൾ എല്ലാ ദിവസവും. എന്നിട്ട് ഇവരുടെ ആ മുറി വൃത്തിയാക്കലാണ് ആദ്യത്തെ പരിപാടി. അത് രാവിലെ എഴുന്നേറ്റ്
അവർ കിടന്നുറങ്ങുന്ന സ്ഥലം വൃത്തിയാക്കുക. എന്തോ ഒരു വലിയ സഹനമാണ്. അവിടെ അങ്ങോട്ട് തുടങ്ങുകയല്ലേ. എല്ലാ ദിവസവും എവറി ഡേ ദേ ആർ ഡൂയിങ് ദാറ്റ്. ഒരു ദിവസം പോലും അവധിയുണ്ടോ? ഒരു ദിവസം ഇത് വൃത്തിയാക്കണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. എന്തോ ഒരു വലിയ ശുശ്രൂഷയാണ് നമ്മുടെ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അറിയാമെന്ന് പോലും പറയുന്നുമില്ലല്ലോ. അറിയാവുന്ന നമ്മളും നാളെ ആ കന്യാസ്ത്രീകളെ കുറിച്ച് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചാനലും കേട്ടിരിക്കുന്നതേ ഉള്ളൂ. അതാണ് നമ്മുടെ ഒരു ചിന്ത. ക്രിസ്ത്യാനിയുടെ ഒരു ബോധമാണ്. അത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സഭയിലേക്ക് എത്താത്ത വേദപാഠം പൂർണ്ണമാവില്ല. സഭയെന്ന് പറയുന്നത് ഒരു മാനുഷിക സംവിധാനമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ സഭയുടെ എല്ലാ മേഖലകളിലും രൂഢമൂലമായിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കുറവ് തന്നെയാണ്. സഭ ദൈവികമായ ഒരു സംവിധാനമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുള്ള ഒരു സംവിധാനമാണ്. സഭയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് വിജയിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടും നമ്മുടെ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും വിജയിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരും വിചാരിച്ചേക്കരുത് അത് മാനുഷിക പ്രവർത്തനത്തിന്റെ വിജയമാണെന്ന്. അത് ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ അടയാളമാണ്. അപ്പോ ആ 3 പ്രവർത്തനങ്ങളിലൂടെ രണ്ടാമതായിട്ട് നമുക്കൊരു വലിയ കുറവ് എന്താണെന്നറിയാമോ? നമുക്കൊരു കൽപ്പന തന്നായിരുന്നു ഈശോ പോകാൻ നേരം. Go unto the ends of the world and preach the gospel. നമ്മൾ ഇതൊക്കെ വായിക്കുന്നല്ലാതെ ഇത് എന്നോട് പറഞ്ഞായിരിക്കില്ല എന്നാണ് നമ്മുടെ ചിന്ത. എന്നോട് പറഞ്ഞല്ല. വചനം പ്രഘോഷിക്കാൻ പറഞ്ഞത് കൽപ്പനയാണ്. It was a commandment. It was never an option. It was a commandment. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ചിന്ത എന്നാന്നറിയാം, ഇത് എന്നോട് പറഞ്ഞായിരിക്കാം, ഇത് ആ സിസ്റ്ററിനോട് അച്ഛനോട് പറഞ്ഞായിരിക്കും. അതാണ് നമ്മുടെ കത്തോലിക്കനെ പറ്റിയ ഏറ്റവും വലിയൊരു കുഴപ്പം. നമ്മൾ സുവിശേഷം പറയാൻ മറന്നുപോയി. നമ്മൾ കുറെ നാള് പേടിച്ചു നിന്നു. ഇപ്പൊ പേടിപ്പിക്കാനും ആളുണ്ടായി. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പേടിച്ചു. അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാ സുവിശേഷം പുറത്തോട്ട് വരുന്നത്? സുവിശേഷം പറയാൻ ഭയപ്പെട്ടു പോയാൽ, സുവിശേഷം പറയാൻ ലജ്ജിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയെങ്കിൽ നമ്മുടെ വേദപാഠം വിജയമാണോ? ഞാൻ പറയും വേദപാഠം പരാജയമാണ്. ആ ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പറയാൻ പറഞ്ഞത് നമ്മുടെ ഒരു വലിയ കൽപ്പനയാണ് നമുക്ക് ലഭിച്ചത്. പക്ഷെ ആ കൽപ്പന നമ്മൾ പാലിച്ചില്ലെങ്കിലും നമ്മൾ ആരും അത് കുമ്പസാരത്തിൽ പറയുന്നുണ്ടോ? ഞാൻ കൽപ്പന ലംഘിച്ചു, ഞാൻ 1-ാം പ്രമാണം ലംഘിച്ചു, 2-ാം പ്രമാണം ലംഘിച്ചു, 3-ാം പ്രമാണം, ഇതൊക്കെ പറയും. പക്ഷെ ലോകം പാടും പോയി സുവിശേഷം പറയാനായിട്ട് ഒരു കൽപ്പന തന്നു. അത് ലംഘിച്ചത് നമ്മൾ ആരും, നമ്മുടെ കുറ്റബോധവും ഇല്ല നമുക്ക് അതിനെക്കുറിച്ച്, നമ്മൾ ആരോടും പറയാറില്ല. അത് വലിയൊരു പരാജയം. അതുകൊണ്ട് സംഭവിച്ചെന്താ? നമ്മുടെ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, അത് ചുമ്മാതെ ഈ നമ്മുടെ ഭൗതികമായ സുസ്ഥിതിക്ക് വേണ്ടി നൽകപ്പെട്ട വിശ്വാസമല്ല. സഹോദരങ്ങളുടെ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നൽകപ്പെട്ടതാണ്. Unless you are a missionary, you are never a Christian. Unless you are a missionary, you are not a Christian. ഈ ഒരു ബോധ്യം കൊടുക്കാൻ പറ്റില്ല. എന്നോട് ഒരാൾ പറഞ്ഞു, നമ്മൾ 2 കൽപ്പന ലംഘിച്ചു, പിന്നെ എങ്ങനെയാ ദൈവം നമ്മളെ രക്ഷിക്കുന്നത്? എങ്ങനെയാ? ഒന്നാമത്തേത് പെരുകി ലോകം കീഴടക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പെരുകി ലോകം കീഴടക്കി, പിള്ളേരെ ജനിപ്പിച്ച് ലോകം കീഴടക്കുക. അത് നമ്മൾ നിർത്തി പരിപാടി. കുഞ്ഞുങ്ങളൊന്നുമില്ല, കത്തോലിക്കര് കുഞ്ഞുങ്ങളില്ല ലോകമെമ്പാടും. യൂറോപ്പിലാണെങ്കിലും അതെ, ഇവിടെയാണെങ്കിലും അതെ, അമേരിക്കയിൽ ശകല വ്യത്യാസം. നമ്മുടെ ഈ വേദപാഠം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു അഭിമാന ബോധം ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടില്ല. വിശ്വാസത്തെക്കുറിച്ച് ഒരു അഭിമാന ബോധം. ആദ്യത്തേത് സ്വത്വബോധം, ഐഡന്റിറ്റി കോൺഷ്യസ്നസ്. രണ്ടാമത്തേത് മിഷനറി കോൺഷ്യസ്നസ്, ദൗത്യബോധം. മൂന്നാമത്തേത് ഒരു അഭിമാനബോധം, സെൻസ് ഓഫ് എസ്റ്റീം ഫോർ വൺസ് ഫെയ്ത്ത് ആൻഡ് ഫോർ വൺസ് കമ്മ്യൂണിറ്റി. ആൻഡ് ദാറ്റ് ഈസ് നെവർ അറോഗൻസ്. അതൊരു അഹങ്കാരമല്ല, ഒരു എസ്റ്റീം, ഒരു മതിപ്പ്. എൻ്റെ സമൂഹത്തെക്കുറിച്ച് ഒരു മതിപ്പ്. ഇപ്പോ മിസോറാം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു സംസ്ഥാനം എന്ന് പത്രത്തിൽ വാർത്ത കണ്ടു. ശരിയാണെന്ന് എനിക്കറിയാം. That gives us a kind of esteem for the community, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. നമ്മുടെ ചില വിശ്വാസങ്ങളാണ് നമുക്ക് സന്തോഷം നൽകുന്നത്, അല്ലേ? അല്ലാതെ വേറെ ആർക്കും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോയി സന്തോഷം തരാൻ പറ്റത്തില്ല. ഞാൻ രോഗങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും രോഗത്തെക്കുറിച്ച് എനിക്കുള്ള ഒരു വിശ്വാസമാണ് ആനന്ദത്തോടെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകാൻ എന്നെ സഹായിക്കുന്നത്. അപ്പൊ വിശ്വാസം പ്യൂരിഫൈഡ് ആകുന്നില്ലെങ്കിൽ
അത് സമൂഹത്തെയും ബാധിക്കും, വ്യക്തിയെ ബാധിക്കും. നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ കൂടുതലാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വിശ്വാസം ശുദ്ധമാകുന്നില്ല, വിശ്വാസം മാനവികമാകുന്നില്ല എന്ന് തന്നെയാണ്. എന്നോട് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ചോദിച്ചു, ഈ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം അല്ലെന്ന് എന്നാ തെളിവ്? നമ്മുടെ പിള്ളേരിപ്പോ ഇങ്ങനെയൊക്കെ ചോദിച്ചു കളയും. അന്ധവിശ്വാസത്തെ കുറിച്ച് പറയുന്നു, പക്ഷേ ക്രിസ്ത്യാനികളും അന്ധവിശ്വാസത്തിലല്ലെന്ന് എന്താ തെളിവ്? ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ വിശ്വാസം മുഴുവൻ, നീ വിശ്വസിക്കുന്നത് മുഴുവൻ പരമമായ നന്മയെക്കുറിച്ചാണ്. We are always preaching about the maximum love. And how can it be blind faith? Christianity never asks you anything contrary to the maximum love. And it always encourages you towards the maximum love, maximum offering of your life for the fellow human beings. So how can it be a blind faith? No, it can never be, because our basic principle is the maximum love on the cross. അപ്പൊ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കുറിച്ചൊരു മതിപ്പ് വേണം. നമ്മൾ ഇന്ന് ലോകത്ത് ആസ്വദിക്കുന്ന പല സാമൂഹിക നന്മകളുടെയും പിന്നിൽ ഈ സുവിശേഷമുണ്ട്. ജനാധിപത്യം വളർന്നു വന്നത് ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്. അഭിമാനിക്കാൻ സാധിക്കണം. കാരുണ്യ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് ക്രൈസ്തവ പശ്ചാത്തലം. റെഡ് ക്രോസ് പോലുള്ള വലിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വലിയ കാരുണ്യ പ്രസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ടത് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ. ഈ കാരുണ്യ പ്രവർത്തനങ്ങളെ ഇത്രയും വ്യവസ്ഥാപിതമാക്കിയത് ക്രൈസ്തവ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇങ്ങനെ ഓർഫനേജുകൾ ആരംഭിക്കുക. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓർഫനേജ് ആരംഭിച്ചത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഓർഫനേജ് ആരാണ്? ചാവറേച്ചനാണ് കേട്ടോ. എവിടാന്നറിയാവോ? കൈനഗിരിയിൽ. അങ്ങനെയാണ് ആദ്യത്തെ സഹകരണ പ്രസ്ഥാനം തുടങ്ങി അവിടെ ഒരു ഓർഫനേജ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഫനേജ്, ഒരു അനാഥ മന്ദിരം ആരംഭിച്ചത്. അതുപോലെ നമ്മുടെ ഈ ഓർഫനേജുകൾ, കാരുണ്യ പ്രസ്ഥാനങ്ങൾ ഇത്രയും വ്യവസ്ഥാപിതമാക്കിയത് ആരാണ്? ക്രൈസ്തവ സന്യാസ സമൂഹങ്ങളാണ്. വിദ്യാഭ്യാസം ഇത്രയും സാർവത്രികമാക്കിയത് ആരാണ്? ക്രൈസ്തവ സമൂഹങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഇത്രയും കോളേജുകളും സ്കൂളുകളും വരാൻ കാരണം ക്രൈസ്തവ സമൂഹങ്ങളാണ്. നമ്മൾ പള്ളി ഉള്ളിടത്തെല്ലാം നമ്മൾ പണിതത് ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ല കേട്ടോ, നമ്മൾ പണിതത് പള്ളിക്കൂടമാണ്. അതിന്റെ പേരിൽ നമ്മളിപ്പോൾ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവരൊന്നും ചരിത്രത്തിലെ ഈ സമൂഹത്തിന്റെ ദുരവസ്ഥ അറിയാത്തവരാണ്. അറിയാമെങ്കിലും അവരറിഞ്ഞില്ല എന്ന് നടിക്കുന്നവരാണ്. ഇന്ന് നാനാജാതി മതസ്ഥരെ ഒരു ബെഞ്ചിൽ ഇരുത്തി ഞങ്ങളൊക്കെ മനുഷ്യരാണെന്നും കേരളീയരാണെന്നും മലയാളികളാണെന്നും പഠിപ്പിച്ചത് ക്രൈസ്തവ വിദ്യാലയങ്ങളാണ്. ആ വിദ്യാലയങ്ങളെ തകർക്കാനുള്ള സർവ്വപരിശ്രമങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നാട്ടിലും, ഈ നാട്ടിലെ പല സ്ഥലങ്ങളിലും ആശുപത്രികളില്ലാഞ്ഞ ഒരു സ്ഥലത്ത് നമ്മുടെയൊക്കെ കന്യാസ്ത്രീകളാണ് ഈ ഗ്രാമാന്തരങ്ങളിൽ പോയി ഡിസ്പെൻസറികൾ തുറന്ന് മലയാളിയുടെ ആരോഗ്യത്തിന് കാവൽ നിന്നത്. ഇന്ന് ക്രൈസ്തവ ആശുപത്രികളെ തകർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴും ചരിത്രം മറക്കരുത്. നമുക്ക് അഭിമാനിക്കാനായിട്ട് ഒത്തിരി ഉണ്ട്. നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പല ഫലപ്രാപ്തികൾ വളരെ ശക്തമാണ്. സമൂഹത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വിശ്വാസമായിട്ട് ഇത് മാറി. പക്ഷെ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മതിപ്പുണ്ടാകേണ്ടത് ആർക്കാണ്? ക്രിസ്ത്യാനിക്കാണ്. അതില്ല. ക്രിസ്ത്യാനി രാവിലെ മുതൽ കുറ്റം പറച്ചിലാണ്. മെത്രാനെ കുറ്റം പറിച്ച്, മാർപ്പാപ്പായെ കുറ്റം പറിച്ച്, അച്ഛനെ കുറ്റം പറിച്ച്, കന്യാസ്ത്രീയെ കുറ്റം പറിച്ച്. ഇതാണ് ക്രിസ്ത്യാനിയുടെ കുത്തി എന്നുള്ള പരിപാടി. ക്രിസ്ത്യാനി നോക്കിയിട്ട് ഒരു നന്മയും കാണാനില്ല സഭയില്ല. എല്ലാവരും അല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഒത്തിരി നെഗറ്റീവ് കമൻസ് ഒക്കെ കാണുമ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അതല്ല സഭ. സഭ നമ്മുടെയൊക്കെ ഇടവകളിലാണ്. അവിടെ മനുഷ്യന് എന്തൊരു സ്നേഹമാണ്, എന്തൊരു ആദരവാണ്. അതാണ് സഭ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ ഈ വിശ്വാസ സമൂഹത്തെക്കുറിച്ചും നല്ല ഒരു മതിപ്പുണ്ടാവണം. സഭയെക്കുറിച്ച്, സഭയുടെ കോൺട്രിബ്യൂഷൻസ്, പൊതുസമൂഹത്തിന് കൊടുത്ത നന്മകളെ കുറിച്ചൊക്കെ നല്ല മതിപ്പുണ്ടാവണം. നമ്മുടെ വൈദികര്, നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെയൊക്കെ സിസ്റ്റേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ, സിസ്റ്റേഴ്സിന് തന്നെ അറിയാമെന്ന് എനിക്ക് സംശയമുണ്ട്, എന്നാലും നമ്മളത് അറിഞ്ഞിരിക്കണം. കാരണം വേറെ ആർക്കും ചെയ്യാത്ത മേഖലകളിലാണ് അവരുടെ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നത്.
വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത മേഖലകൾ. ഇത്രയും ഇതുപോലെ ഈ ഉപേക്ഷിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് വളർത്താനായിട്ട് അവർക്കല്ലാതെ വേറെ ആർക്കാണ് പറ്റും? ജീവിതം സമർപ്പിച്ചല്ലേ അവരത് ചെയ്യുന്നത്. അപ്പോൾ അവരിലൂടെയൊക്കെ ഉണ്ടായ വലിയ ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ കേരളത്തിൽ ഇത്രയും പെൺകുട്ടികൾ ഇത്രയും വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം തേടി നമ്മൾ ചെല്ലുമ്പോൾ കന്യാസ്ത്രീകളുടെ സ്കൂളുകൾ നമ്മൾ കാണാൻ പറ്റും. അത് അവർക്കൊരു തൊഴിലല്ലായിരുന്നു, അവർക്കൊരു ദൈവവിളിയായിരുന്നു. സോ വി നീഡ് ടു ഫീൽ പ്രൗഡ് ഓഫ് അവർ കമ്മ്യൂണിറ്റി. ഈ 3 കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ I don't think that they will feel a belongingness to the church anymore. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. The സ്വത്വബോധം. Why are you a Christian? Why are you a Catholic? Why are you belonging to an individual church? And what is the relationship between Christ and church? Church is a continuation of Jesus Christ. രണ്ടാമതായിട്ട് sense of mission. Commandment to preach the gospel. മൂന്നാമതായിട്ട് സെൻസ് ഓഫ് എസ്റ്റീം ഫോർ വൺസ് കമ്മ്യൂണിറ്റി. ഇത് 3 നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ പിള്ളേർ 12 വർഷം പഠിച്ചു കഴിയുമ്പോൾ അവർ നമ്മോട് ചോദിക്കും, ഈശോ ദൈവപുത്രനാണോ? ആരാണ്ട് അല്ലെന്ന് പറഞ്ഞു, തെളിവെന്നാ ആണെന്ന്? അല്ലെങ്കിൽ ഈ സഭയിൽ എന്നാത്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? വേറെ ആയാലും കുഴപ്പമില്ലല്ലോ. അവസാനം ഈശോ വേണോ? ഈശ്വർ പോരെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുമായി അവർ നമ്മുടെ പിന്നാലെ കൂടും. അപ്പോൾ നമുക്ക് മറുപടി പറയാനായിട്ടൊന്നും ഉണ്ടാവില്ല. അത് 1-ാം ക്ലാസ് മുതൽ നമ്മൾ തുടങ്ങണം. സൺഡേ കാറ്റഗിസം പഠിക്കാത്ത നമ്മുടെ കാരണവന്മാരുടെ വിശ്വാസത്തിന്റെ പകുതിയെങ്കിലും ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്നതായിരുന്നു തന്നെ അല്ലേ? അപ്പൊ ഇവർ ഇതെങ്ങനെ സാധിച്ചു? അന്ന് ഈ ബൈബിൾ എല്ലാ വീട്ടിലും ഉണ്ടോ? POC ബൈബിള് പ്രിന്റ് ചെയ്യാൻ തുടങ്ങി പിന്നെയാണ് അത് തുടങ്ങിയത്. POC ബൈബിളിന്റെ പ്രിന്റിങ്ങും തുടങ്ങിയിട്ട് ഈ പറയുന്ന 50-60 വർഷങ്ങളൊക്കെ ആകാൻ സാധ്യതയുള്ളൂ. ഇതുപോലെ ഇത്രയും അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടോ പുറകെ നടക്കാൻ? ഇല്ല. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പിലത്തെ കേരള സഭ, അല്ലെങ്കിൽ ഒരു 75 വർഷം മുമ്പിലത്തെ കേരള സഭ ഇത്രയും മുക്കിന് പള്ളിയുണ്ടോ? ഇല്ല. കോൺവെന്റ് ഇല്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ 50 വർഷമാണ് ഇത്രയും സിസ്റ്റേഴ്സും ഒക്കെ നമുക്ക് ഉണ്ടായത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ, അന്നത്തെ ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ധൈര്യം, ആ മനുഷ്യന്റെ ജീവിക്കാനുള്ള ഒരു ധൈര്യം, ക്രിസ്ത്യാനിയുടെ എല്ലാ മേഖലകളിലുമുള്ള ഒരു മുന്നേറ്റം. വ്യവസായ രംഗത്ത് നമ്മൾ നല്ല മിടുക്കന്മാരായിരുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ കരുത്തുള്ളവരായിരുന്നു, കൃഷിക്കാരായിരുന്നു. കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ധൈര്യം വേണേ. കാരണം എല്ലാം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഒരു മഴ വരുന്നു, ആണ്ട കിടക്കും, എന്നിട്ട് പിന്നെയും കൃഷി ചെയ്യുക. ഇന്ന് നിസ്സാര കാര്യമില്ലത്. അത് വലിയ പ്രത്യാശയും ധൈര്യമുള്ളവർ മാത്രം ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണത്. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആ പഴയ കാലഘട്ടത്തിലെ ഫെയ്ത്ത് ട്രാൻസ്മിഷൻ, മീൻസ് ഓഫ് ഫെയ്ത്ത് ട്രാൻസ്മിഷൻ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അന്ന് അവർക്ക് ഇതുപോലെ വ്യവസ്ഥാപിതമായ പഠന രീതികളൊന്നുമില്ല. നമ്മൾ സൺഡേ സ്കൂളിലെ കാര്യം എന്തിനാ പറയുന്നത്? ഈ സ്കൂള് തുടങ്ങിയിട്ട് എത്ര കാലമായി അല്ലേ? കേരളത്തിൽ ശാസ്ത്രീയമായിട്ട് എല്ലാവരും പള്ളിക്കൂടത്തിൽ പോകാൻ തുടങ്ങിയിട്ട് ഇന്ന് 100 വർഷമൊന്നും ആയിട്ടില്ല. അത് കണ്ടാണല്ലോ സൺഡേ സ്കൂള്. അപ്പോ എന്നാൽ ഈ കഴിഞ്ഞ 19-20 നൂറ്റാണ്ടുകളിലെ മനുഷ്യന്റെ വിശ്വാസദാർഢ്യം നോക്കുമ്പോ അതെന്തോ ഒരു ശക്തമായ വിശ്വാസമായിരുന്നു മനുഷ്യൻ. അവരുടെ ജീവിതത്തിൽ ഈ വിശ്വാസം ഉണ്ടായിരുന്നു. നല്ല ധൈര്യമുള്ള പണികളാണ് കത്തോലിക്കൻ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഓർക്കണം, ഈ കൃഷി തന്നെ ഞങ്ങളുടെ കുട്ടനാട്ടിലൊക്കെ കായൽ വറ്റിച്ചാണ് അച്ചായമാർ കൃഷി ചെയ്തത്. അന്ന് പമ്പ്, പിന്നെ ഇലക്ട്രിസിറ്റി ഒരു പിടിയില്ല. ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ അറിയത്തില്ല. പക്ഷെ എന്നാ ധൈര്യമായിരുന്നു. അതുപോലെ ഈ കൃഷിയില്ലാതെ കിടന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ സർക്കാർ നമ്മളെ വിളിച്ചോണ്ട് പോയി കൃഷി ഇറക്കിയത്. ഇപ്പൊ അവിടെ നമ്മളെ ഇറക്കി വിടാൻ പോവാ. അവിടെ എല്ലാം പോയി കൃഷി തുടങ്ങിയതാണ്. ഭക്ഷ്യക്ഷാമം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ സർക്കാർ വിളിച്ചോണ്ട് പോയി ഓരോ പ്രദേശങ്ങളിൽ പാർപ്പിച്ച് അവിടെ കൃഷി ചെയ്യാനായിട്ട് തന്നതാണ്. ഇപ്പൊ പറയുന്നത് നമ്മളെല്ലാം കയ്യേറ്റക്കാരാണ്, ഇറങ്ങിക്കോളാന്നാണ് പറയുന്നത്. അപ്പോ അവിടെയെല്ലാം പോയി ഈ കാട്ടുമൃഗങ്ങളോട് പൊരുതി, മലമ്പനിയോട് പൊരുതി അവിടെയെല്ലാം പൊന്നു വിളയിച്ച ഒരു ചരിത്രം ക്രിസ്ത്യാനിക്കുണ്ട്. മലബാറിലേക്കുള്ള കുടിയേറ്റം 1930-കളിലാണ് നടക്കുന്നത്. അന്ന് വേദപാഠം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഞായറാഴ്ച വേദപാഠം ഉണ്ടോ? 1930-കളിലും 40-കളിലും മലബാറിലേക്ക് പോയ ക്രിസ്ത്യാനിക്ക് എന്താണ് അവന്റെ കയ്യിലുണ്ടായിരുന്നത്? അവൻ മുഴുവൻ വിറ്റുപെറുക്കി പോവാ. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തലശ്ശേരി ചെന്നപ്പം അഭിമന്യ വള്ളോപ്പള്ളി പിതാവിന്റെ ജീവചരിത്രം വായിച്ചു.
അത് പിതാവിൻ്റെ ജീവചരിത്രം മാത്രമല്ല കേട്ടോ, അത് ആ പ്രദേശത്തിൻ്റെ ജീവചരിത്രം. സങ്കടം വരും. ഓരോ പ്രദേശത്തും വന്ന ആദ്യത്തെ ആൾക്കാരുടെ ഒക്കെ പേരും വിവരങ്ങളും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ആ ആദ്യം പോയ പാർട്ടികളെല്ലാം മരിച്ചുപോയി. അവർ വലിയ പ്രതീക്ഷയോടുകൂടി മണ്ണെല്ലാം ഒരുക്കി കൃഷി ചെയ്യും. ഒരു വിഷക്കാറ്റ് വരും. വിഷക്കാറ്റെന്നാണ് അവർ വിളിക്കുന്നത്. മലമ്പനിയെല്ലാം വന്ന് മനുഷ്യരങ്ങ് ചത്തൊടുക്കും. ഒരു കുഴിയിൽ തന്നെ അടക്കുക. എന്നിട്ട് നിർത്തിയോ ക്രിസ്ത്യാനി ഈ പോക്ക്? ഇല്ല, പിന്നെ പോവുക അവിടെ തന്നെ. അങ്ങനെ പല പ്രാവശ്യം പോയി അവിടെ പൊന്നു വിളയിച്ചവരാണ്. എന്തൊരു ധൈര്യമായിരുന്നു ആ മനുഷ്യൻ. നമ്മുടെ കടപ്പുറത്തെ ജനങ്ങളിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ ഈ മീൻ കഴിക്കുമ്പോഴേ ഇത് പിടിച്ചോണ്ട് വരാനായിട്ടുള്ള കഷ്ടപ്പാടൊന്നും നമ്മളാരും ഓർക്കാറില്ല. അവരവിടെ ആഴക്കടലിൽ പോയി 2 ആഴ്ചയൊക്കെ ഒരു ബോട്ടിൽ കഴിയണം. ആഴക്കടലിൽ 5-6 മനുഷ്യര് ബോട്ടിൽ ജീവിച്ച് 2 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തിരിച്ചു വരുന്നത് ഒന്നുമില്ലാതാണ്. ചിലപ്പം ചാകര, അല്ലേ? എന്തൊരു ധൈര്യം ആവശ്യമാണ് നമുക്ക്. ഈ രാത്രി പിന്നെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിക്കാന്നൊക്കെ പറയാൻ നമുക്ക് തന്നെ എന്ത് പേടിയാ, അല്ലേ? രാത്രിയാണ്. ചിലരാണെങ്കിൽ വീട്ടിലൊരു ശബ്ദമില്ലാതെ ജീവിക്കാൻ പറ്റാത്തതിന് ചുമ്മാ TV അങ്ങ് ഓൺ ചെയ്ത് വെച്ചേക്കുക. ആരെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ നോർത്താണ്. കാരണം നമുക്ക് ഈ ഒറ്റയ്ക്ക് ഇരിക്കാന്നൊക്കെ പറയുന്ന പാടാണ്. ആ സമയത്താണ് ഈ മനുഷ്യര് ആഴക്കടലിൽ പോയി അവിടെ 2 ആഴ്ചയൊക്കെ താമസിച്ച് അവർ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടുവരികയാണ്. എന്തൊരു ധൈര്യമുള്ള ശുശ്രൂഷകളും അല്ലെങ്കിൽ ജോലികളായിരുന്നു ഈ ക്രിസ്ത്യാനി ചെയ്തുകൊണ്ടിരുന്നത്. ജീവിതത്തിൽ അവന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നുള്ള ഈ വിശ്വാസ സംവേദന സംവിധാനങ്ങളൊന്നും വന്നില്ലായിരുന്നു. Actually, there were no retreat centers. There were not many churches, not many convents, not many priests, not many sisters. നമുക്ക് വലിയ വലിയ പട്ടണങ്ങളോ അല്ലെങ്കിൽ വലിയ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിച്ചൊരു വലിയ പള്ളി ഉണ്ടായിരുന്നു. ആ വലിയ പള്ളി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്നത്തെ പള്ളികളോട് തുലനം ചെയ്യുമ്പോൾ കൊച്ചു പള്ളികളാണതല്ല. അതിനകത്തൊന്നും ഒരിക്കലും ഒരു ഈ മനുഷ്യരെ മുഴുവൻ കൊള്ളത്തില്ല. പിന്നെ ഞായറാഴ്ചകളിൽ മാത്രമേ കുർബാന ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ദേ ഹാഡ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഇൻ ദെയർ ഡേ ടു ഡേ ലൈഫ്. അപ്പൊ ഇഫക്റ്റ് വളരെ ശക്തമായിരുന്നു. മീൻസ് ശകലം കുറവായിരുന്നെങ്കിലും means of transmission were not that systematic, but the effect of faith, effect of that spirituality was very vibrant and huge in their life. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർക്ക് ദൈവം അവരുടെയൊക്കെ കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായി. നമ്മുടെയൊക്കെ വല്യപ്പന്മാരുടെ സംസാരത്തിൽ പോലും ഈ ദൈവമുണ്ട്. അമ്മയെന്ന് ചോദിക്കും, 7, 8, 9 മക്കളുണ്ട്. അമ്മ ചോദിക്കും, നിങ്ങൾ കേട്ടോ എന്നാ അവർക്കൊരു പാവാട വേണം, അവന് പിന്നെ കൂലി കൊടുക്കാൻ കാശ് വേണം, നിങ്ങളുടെ വല്ലതും ഉണ്ടോ? അച്ഛാ എവിടെ ഉള്ളേ? പക്ഷെ അങ്ങനെ ഒരു അവസാനം പറയും, നീ കിടന്ന് വിഷമിക്കാതെ ദൈവം ഒരു വഴി കണ്ടെത്തും. അതാണ് എല്ലാത്തിനും അവരുടെ ഒരു ഉത്തരം. ദൈവം ഒരു വഴി കണ്ടെത്തും. ദൈവം എന്നിട്ട് വഴി കണ്ടെത്തിയില്ല, തീർച്ചയായിട്ടും വഴി കണ്ടെത്തി. നല്ല മിടുക്കന്മാരായിട്ട് മക്കളൊക്കെ വളർന്നു. അപ്പോ ദൈവം അവരുടെ ജീവിതത്തിൽ സന്നിഹിതമായിരുന്ന ചില വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ നോമ്പ് ഉപവാസമാണ്. ഫെയ്ത്ത് ട്രാൻസ്മിഷന്റെ ഏറ്റവും ശക്തമായ ചില മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പുലർത്തുന്ന ചില അനുഷ്ഠാനങ്ങളും ചില പതിവുകളും ചില ആചരണങ്ങളുമാണ്. certain rituals and certain observances. അത് ഏതൊക്കെയാണ്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുരിശ് വച്ചുകൊണ്ട് എഴുന്നേൽക്കുക. ഞാനിപ്പോൾ സൺഡേ സ്കൂളിലൊക്കെ ചില കുഞ്ഞുങ്ങളോട് വലിയ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. പിള്ളേരോട് ചോദിക്കും, മക്കളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുരിശ് വരച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നവർ കൈപൊക്കിക്കേ. ഇപ്പോഴത്തെ പിള്ളേർ സത്യമേ പറയത്തുള്ളൂ, വളരെ കുറച്ച് പേരെ കൈപൊക്കത്തുള്ളൂ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ടൈപ്പ് കള്ളത്തരം പറയാൻ അവർക്ക് അറിയത്തില്ല. അവർക്ക് കുരിശ് വരച്ചെന്ന് പിടിയിടുമ്പോൾ അവർ ഉടനെ കൈകൊള്ളും, അല്ലെങ്കിൽ ഇല്ല. അത്രയോ. കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ നമ്മുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ ലോപിച്ച് അല്ലേ, ഇൻ ദ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, തീർന്നു, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. കാരണം വളരെ മോഡേണായി, ഭയങ്കര പ്രോഗ്രസീവ് ആയപ്പോൾ എല്ലാം ഫാമിലി പ്രെയർ ഇല്ലേ, ഒൻ്റെ എപ്പോഴാ ഒൻ്റെ വെയിറ്റ് ഒൻ്റെ എന്നിട്ട് ഭക്ഷണത്തിൻ്റെ മേശയുടെ മുമ്പിലോട്ട് ചെന്നിട്ട് ഇൻ ദ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, തീർന്നു, ഇനി ഫുഡ് അടിച്ചു. അതാണ് കുടുംബ പ്രാർത്ഥന. അതുപോലെ ഈ പറയുന്ന
കുരിശ് വര. പിന്നെ ഒരു ഒരു 50 വർഷം മുമ്പിലത്തെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അപ്പനും അമ്മയ്ക്കും ഒക്കെ സ്തുതി ചൊല്ലിട്ട് പോവുക. ഈശോമിശിഹായെ അമ്മയെ പോവാട്ടോ, ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇങ്ങനെ കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ദൈവം സന്നിഹിതമായിരുന്നു ജീവിതങ്ങളിൽ. ആൻഡ് ദാറ്റ് വാസ് ദ മോസ്റ്റ് പവർഫുൾ മീൻസ് ഓഫ് ഫെയ്ത്ത് ട്രാൻസ്മിഷൻ. Apart from learning certain theories, they were actually practicing or enjoying the presence of God in their day-to-day life. അത് നമ്മൾ അത് കുറച്ചും കൂടെ ഗൗരവമായിട്ടുണ്ടായിരുന്നത് നോമ്പ് ഉപവാസമാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ നോമ്പ് നോക്കുന്നു. അതുപോലെ ഈ കേരളത്തിലെ നസ്രാണികൾക്ക് ആണ് ഏറ്റവും കൂടുതൽ നോമ്പുണ്ടായിരുന്നത്. ക്രിസ്ത്യാനികൾക്ക് ഈ ലോകത്തെങ്ങും ഇല്ലാത്ത 8 നോയമ്പ് നമുക്കുണ്ട്. ഇവിടെ 8 നോയമ്പ് ലോകത്ത് വേറെ ഒരിടത്തും ആർക്കും ഇല്ല. ഇപ്പൊ അമേരിക്കയിൽ അവർ 8 നോമ്പ് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും അവിടെ ചെന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ല, അവർക്ക് 8 നോയമ്പില്ല. ആർക്കും ഇല്ലാത്ത കുറെ നോയമ്പ് നമുക്കുണ്ട്. അങ്ങനെ നമ്മുടെ മാർത്തോമാ നസ്രാണികളുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട് 365 ദിവസം, 220-ലധികം ദിവസങ്ങൾ ഈ മനുഷ്യർക്ക് നോമ്പ് ഉപവാസമായിരുന്നെന്ന് പറയും. പിന്നെ എങ്ങനെയാണ് ദൈവം സന്നിഹിതമാകാത്തത്? ഭയങ്കര സ്ട്രോങ് ആണ്. ദൈവചിന്ത വളരെ സ്ട്രോങ് ആണ്. എവറി ഡേ ജീസസ്, യു ഹാവ് ടു ടോക്ക് അബൌട്ട് ജീസസ് ബിക്കോസ് യു ആർ ഗോയിങ് ടു ഒബ്സർവ് ലെന്റ്. സോ യു ആർ ഗോയിങ് ടു ഫാസ്റ്റ്. ആൻഡ് ഫോർ വാട്ട്? And there you are automatically coming to the remembrance of God. അപ്പോൾ ആ ഒരു അനുഭവം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ദ മോസ്റ്റ് പവർഫുൾ പാർട്ട് ഓഫ് ഫെയ്ത്ത് ട്രാൻസ്മിഷൻ. ദൗർഭാഗ്യം വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കുടുംബങ്ങളിൽ ആ ഭാഗം അങ്ങ് പോയി. ഈ പഠിപ്പീര് പരിപാടി, സിസ്റ്റമാറ്റിക് പ്രോഗ്രാംസ്, ക്യാമ്പുകൾ, ഇതെല്ലാം ഇങ്ങനെ കയറി വന്നു. പക്ഷെ ഈ വേര് നിൽക്കേണ്ടത് അവിടെയായിരുന്നു. അടിസ്ഥാനം ആ കുടുംബങ്ങളിലെ ഒരു ആത്മീയമായ അനുഭവമായിരുന്നു. അത് വളരെയേറെ കുറഞ്ഞുപോയി എന്നുള്ളതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നമ്മുടെ കേരളത്തിൽ നല്ല സൺഡേ സ്കൂൾ സംവിധാനമുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് അവർ ചിൽഡ്രൻ ആർ കമ്മിങ് ടു ദ സൺഡേ സ്കൂൾ. വി ക്യാൻ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഇപ്പം ഞാൻ ഓർക്കായിരുന്നു, ഈ പൊള്ളുന്ന വെയിലിനെ സഹിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസോത്സവ പരിപാടികൾക്കും അതുപോലെ ഇൻറ്റൻസീവ് കോഴ്സുകൾക്കൊക്കെ ആയിട്ട് പള്ളിമുറ്റത്തുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമാണ്. എല്ലാവരും കൂടെ വന്ന് കളികളൊക്കെ കളിച്ച് വചനമൊക്കെ പഠിച്ച് നല്ല സന്തോഷമായിട്ട് പള്ളിക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അതുപോലെ there are a lot of dedicated people to impart this catechism. We thank God for all these gifts. നല്ല കാര്യമാണ്. അതിൻ്റെ നല്ല വശങ്ങളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. And I would say we have very good and sane families. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇപ്പോഴും ഡൈവോഴ്സിന്റെ നിരക്കൊക്കെ വളരെ വളരെ കുറവാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. ഉണ്ടോ? ഇപ്പൊ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ രാജ്യത്തിന്റെ ശരാശരിയോടൊക്കെ നോക്കുമ്പോൾ കുറവാണ്. വലിയ കൂടുതലാണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടൊക്കെ തുലനം ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ് നമ്മുടെ കുടുംബങ്ങളിലെ ബ്രേക്കപ്പ്. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ഫാമിലീസ് ഉണ്ട്, വിശ്വസ്തതയുള്ള കുടുംബങ്ങളുണ്ട്. പിന്നെ നമ്മൾ ചില വെള്ളവടി, വഴക്കുപിടുത്തം ഇതൊക്കെ ഉണ്ട്. വഴക്ക് പിടിച്ചാലും ഞങ്ങൾ പിരിഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു തത്വശാസ്ത്രം. ഞങ്ങൾ പരസ്പരം തല്ലിക്കൊണ്ടാണെങ്കിലും ഞങ്ങൾ മരിക്കുന്നതോടെ വരെ ഒരുമിച്ച് ജീവിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ തല്ല് നിർത്തരുതോ? അത് പറ്റത്തില്ല. തല്ല് നിർത്തിയിട്ടുള്ള ഒരുമിച്ച് ജീവിതം, ഒരു തല്ലിയാലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. അതുകൊണ്ട് നമുക്ക് നല്ല സ്റ്റേബിൾ ഫാമിലീസ് ഉണ്ട്. ആൻഡ് യുവർ ചിൽഡ്രൻ വിൽ ബി വെരി താങ്ക്ഫുൾ ടു യു ഫോർ ദാറ്റ്. Even though you had a lot of difference of opinions, you all stayed together to grow us up, and they will be very thankful to us. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ നിങ്ങളോട് പറയുന്നില്ലെന്നേ ഉള്ളൂ, അവർ താങ്ക്ഫുൾ ആണ്. ബ്രോക്കൺ ഫാമിലീസിലെ ഏറ്റവും വലിയ സഹനം ആരുടേതാണ്? മക്കളുടേതാണ്. എല്ലാ ദമ്പതികളും അത് ഓർക്കേണ്ടതാണ്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടത്, ഒന്നാമത്തെ കാരണം ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ കൊടുത്ത വാക്ക്, ഇന്നു മുതൽ മരണം വരെ. 2, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രതി ഒരുമിച്ച് ജീവിക്കണം. കാരണം മക്കള് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. ഈ കാർഡിനൽ ഷേൺബോൺ, അദ്ദേഹം ഓസ്ട്രിയയിലെ വിയന്നയിലെ കർദിനാളാണ്. അദ്ദേഹം പല അന്താരാഷ്ട്ര ഫാമിലി കോൺഫറൻസുകളിലും പോയി പറയാറുണ്ട്, പ്രിയപ്പെട്ട ദമ്പതികളെ, നിങ്ങൾ ആരും വിവാഹമോചനം തേടരുത്. കാരണം എന്താണ്? വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മകനാണ് ഞാൻ അതിൻ്റെ മുഴുവൻ വേദനകളും സഹിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളാരും
വിവാഹമോചനം തേടരുതെന്ന് ഈ കർദിനാൾ തിരുമേനി പോയി പറയുന്നത് ഞാൻ വായിച്ചു തോർക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ വേദനയാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോ. അതുകൊണ്ട് അതുമായിട്ടൊക്കെ തുലനം ചെയ്ത് നമുക്ക് പറയാൻ പറ്റും, വി ഹാവ് വെരി ഗുഡ് ഫാമിലീസ് ആൻഡ് വി താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. നല്ല കുടുംബങ്ങളുണ്ട് നമുക്ക്. അതെന്തുകൊണ്ടാണ്? ഈ വേദപാഠത്തിലൂടെ നമുക്ക് കിട്ടുന്നത് സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. കർത്താവ് കുരിശെടുത്ത് നമ്മളെ സ്നേഹിച്ചു, അവിടെ വഴക്ക് പിടിക്കരുത്, സ്നേഹിക്കണം. പിന്നെ കൂദാശകൾ, കുമ്പസാരം ഉണ്ട്. കുമ്പസാരം എന്ന കൂദാശ നമ്മളെ ഒത്തിരി സഹായിക്കുകയാണ് നല്ലൊരു ജീവിതം നയിക്കാൻ, അല്ലേ? ഈ ശകലം തല്ലിപ്പൊളിയാന്ന് തോന്നുമ്പോഴത്തേക്കും അവിടെ കുമ്പസാരക്കൂട് തുറന്നു കിടക്കുകയാണ്. കാരുണ്യത്തിന്റെ ആഘോഷമായ കുമ്പസാരക്കൂട്. അവിടേക്ക് കയറി നമ്മൾ നമ്മുടെ കുറവുകളെല്ലാം പറയുന്നു. ഒരു വൈദികനെ നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല കുമ്പസാരക്കൂട്ടിൽ. അദ്ദേഹം ഒരു ചെറിയ പ്രായശ്ചിത്വം തന്ന് നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കുകയാണ് കർത്താവിന്റെ പേരിൽ. ഈ ഇടക്കാലത്ത് കുമ്പസാരത്തെക്കുറിച്ച് വിവാദം ഉണ്ടായപ്പം ഈ ചാനലിൽ ഇരുന്ന് ജീവിതത്തെ കുമ്പസാരിക്കാത്ത ലക്ഷ്മി നാരായണനും എല്ലാം കൂടെ ചർച്ച ചെയ്തത് ഈ കുമ്പസാരക്കൂട്ടിലാണ്ട് വൃത്തികെട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എല്ലാം മോശമാണ്, ഇച്ചിച്ചി കാര്യങ്ങൾ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അതല്ലല്ലോ കുമ്പസാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാവസ്ഥയെ തുറന്നു വെച്ച് കർത്താവിന്റെ കൃപ സ്വീകരിക്കണം. അത് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട് നല്ലൊരു ജീവിതത്തിന്. അപ്പോൾ കൂദാശകളുടെ സ്വീകരണത്തിലൂടെയും വേദപാഠത്തിലൂടെയും ഒക്കെ നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ നല്ല ഒരു ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. നല്ല കുടുംബങ്ങൾ നമുക്കുണ്ട്. പിന്നെ സമാധാനപ്രിയരായ ജനങ്ങളാണ് നമ്മൾ, അല്ലേ? ഞാൻ ഈ വലിയ കൊലക്കേസുകളുടെയൊക്കെ കാര്യം പത്രത്തിൽ വായിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് പ്രതികൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരുണ്ടോ, മാമോദീസ സ്വീകരിച്ചവരുണ്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നമുക്ക് 1-2 പേര് നാണക്കേട് ഉണ്ടാക്കുന്ന ഒഴിച്ചാൽ പൊതുവെ കുറവാണ്, അല്ലേ? നമുക്ക് മറ്റു ചില കുഴപ്പങ്ങളിലാണ് നമ്മൾ ബിരുദന്മാര് അതിര് മാന്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടപാടുകളൊക്കെയാണ്. അപ്പോൾ പൊതുവെ ഈ കുറ്റകൃത്യങ്ങൾ, തല്ലുക, കൊല്ലുക, ഇതിനൊന്നും ക്രിസ്ത്യാനി ഒത്തിരി പോയിട്ടില്ല. ഇനിയുള്ള കാലത്ത് എന്നതാണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ദൈവത്തിന് ഞാൻ നന്ദി പറയാറുണ്ട് അതിനെ പ്രതി. സമാധാനപ്രിയരായ ഒരു ജനമാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. നല്ല കുടുംബങ്ങളുണ്ട്. അതുപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഹോമിക്കുന്ന മാതാപിതാക്കൾ ഇത്രമാത്രം, അല്ലേ? നമ്മൾ പലപ്പോഴും അമ്മമാരുടെ ത്യാഗത്തെ കുറിച്ച് പറയാം. പക്ഷെ ഒരിടയ്ക്ക് കേരളത്തിൽ മുഴുവൻ ഒരു അപ്പന്മാരുടെ ത്യാഗം ശ്രദ്ധിക്കപ്പെടാതെ പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഗൾഫിൽ ഈ പാവങ്ങൾ കഷ്ടപ്പെടുക, ഭാര്യയും മക്കളും എവിടാ? നാട്ടില. ഭാര്യ പറയുന്നത് എനിക്ക് ആ കഷ്ടപ്പാട്, നിങ്ങൾ അവിടെ പോയി കിടന്നാൽ മതി എന്നൊക്കെ ഭാര്യ പറയും. പക്ഷെ അവിടെ കിടക്കുന്ന ആ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആ പുരുഷന്റെ വേദന ഒരു വല്ലാത്ത വേദനയല്ലേ? കാരണം ഭാര്യയില്ല, കൂടെ മക്കളില്ല. മക്കളെ കാണാനൊക്കെ എന്നാ സ്നേഹ. എന്നിട്ട് വർഷത്തിൽ 1 മാസത്തെ അവധിക്കാണ് ഈ പാവത്താൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്ന് 2 ആഴ്ച ഭാര്യയെ വഴക്ക് പിടിച്ച് അത് കളയും, ആ അവധി കളയും. പിന്നെ കഷ്ടിച്ചൊരു 2 ആഴ്ച കാണും, ഒരു സന്തോഷം, കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇച്ചിരി സന്തോഷം. ആ 2 ആഴ്ചക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ 11.5 മാസം കാത്തിരിക്കുകയാണ്. ലോകത്ത് വേറെ എവിടെയുണ്ട്? ഞാൻ റോമിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചെന്ന് പറയായിരുന്നു, ഞങ്ങളുടെ ഒത്തിരി ആൾക്കാർ ഗൾഫിൽ ജോലി ചെയ്യുക. ഉടനെ അവർ ചോദിക്കും, അവരിപ്പോൾ കല്യാണം കഴിച്ചതും ഗൾഫിൽ നിന്ന് തന്നെയാണോ എന്ന് ചോദിക്കും. കാരണം ഈ 2 ഭൂഖണ്ഡത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് ഈ വിവാഹ ജീവിതം എന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റിയല്ല. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ എടുത്ത ഒരു വലിയ ത്യാഗം, അല്ലേ? കുടുംബങ്ങൾ രൂപീകരിക്കാൻ, മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ. ഇതൊക്കെ മക്കളും എല്ലാം ഓർത്തിരിപ്പുണ്ടോ ആവും. അപ്പോൾ ഇത്രയും ത്യാഗം എടുക്കുന്ന കുടുംബങ്ങളൊക്കെ നമ്മുടെ നന്മയാണ്. അതിനെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി നന്മയുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം.